അങ്ങനെ ഇന്ന് 21ാമത്തെ നോമ്പിനുള്ള ഫുഡ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പഴം പുഴുങ്ങാനാണ് വെച്ചത്. അപ്പോൾ ഇന്ന് എണ്ണക്കടിയായിട്ട് കുറച്ച് പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ ഇറച്ചി വെള്ളത്തിലിട്ടിരുന്നു, അതൊക്കെ ഉണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുപ്പത്ത് ബീഫ് കറിയും കൂടി ഉണ്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇറച്ചി ഞാൻ നേരത്തെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കും കേട്ടോ, അതിൻ്റെ ഐസ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഐസൊക്കെ പോയിരുന്നു. പിന്നെ എളുപ്പമുള്ളിയും തക്കാളിയും ഒക്കെ വാട്ടിയെടുത്തിട്ട് ബീഫും അതൊക്കെ ഇട്ടിട്ട് എളുപ്പമൊന്ന് വിസിലടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ പഴമൊക്കെ ഉണ്ട് വെന്ത് വരട്ടെ. ആദ്യത്തെ നോമ്പിനൊക്കെ ഒന്നും ഉണ്ടാക്കിയ തികയില്ലായിരുന്നു കേട്ടോ, എല്ലാം ഫുള്ളായിട്ട് കഴിച്ചിരുന്നു. പിന്നെ അവസാനം ആകും തോറും ഇപ്പോൾ ഒന്നും വേണ്ടാതായിട്ടോ. എന്നാലും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ ഇറച്ചിക്കറി അടുപ്പത്ത് സെറ്റാക്കിയതിന് ശേഷം പഴമൊക്കെ വെന്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടാറാൻ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ അതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങ പൊളിച്ചതുണ്ടായിരുന്നില്ല, അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ തേങ്ങയൊക്കെ ചിരവെടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ വറുത്തിട്ട് ഫില്ലിങ്സൊക്കെ റെഡിയാക്കി എടുത്തു. അങ്ങനെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ പഴമൊക്കെ ഉടച്ച് അതും ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴമൊക്കെ ചൂടാറി വന്നതിന് ശേഷം അതൊക്കെ ഷേപ്പാക്കി പെട്ടെന്ന് എണ്ണയിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഉന്നക്കായി എൻ്റെ മക്കൾക്ക് ചൂടാറിയതാണ് കേട്ടോ ഇഷ്ടം, ചൂടോടെ തിന്നണ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അതാണ്ട് പൊരിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എണ്ണക്കടി ഒരു ഭാഗത്ത് സെറ്റായതിന് ശേഷമാണ് പിന്നെ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ എടുത്തേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തി മാവ് കുഴക്കൽ. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് മാവൊക്കെ കൊണ്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ പ്രസ്സിൽ വട്ടമൊക്കെ പിടിച്ച് ചപ്പാത്തി പരത്തിയെടുക്കുന്നുണ്ട്. വലുതാക്കിയിട്ട് പരത്തുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. വലുതാക്കി പരത്തി എളുപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തി ചുടലും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുത്താണ്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് മുസമ്പി എടുത്തു, പിന്നെ ബത്തക്ക ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബത്തക്ക കട്ട് ചെയ്തും വെക്കാം, പിന്നെ കുറച്ചെടുത്തിട്ട് ജ്യൂസ് അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ചെടുത്ത് കട്ടും ചെയ്ത് വെച്ചു. ബാക്കിയുള്ളത് ജ്യൂസും കൂടി അടിച്ച് അതും സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ജ്യൂസ് അടിക്കലും പിന്നെ ബദാമിൻ്റെ മിക്സ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കലക്കി വെച്ചു. നോമ്പ് തുറക്കാൻ വേണ്ടി ടേബിൾ മക്ക് ഈത്തപ്പഴം കൊണ്ടുവച്ചു, മുസമ്പിയും ബത്തക്കയും കൊണ്ടുവച്ചു. പിന്നെ ബദാം ഇട്ട് ഇത് മിക്സ് ഇട്ടിട്ട് ഒരു വെള്ളം കലക്കിയിരുന്നു, കട്ടൻ ചായ, ബത്തക്ക ജ്യൂസ്, പിന്നെ നമ്മുടെ ഉന്നക്കായ കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ ഉഷാറായിട്ട് തുറന്നു. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്ക് പിന്നെ ചപ്പാത്തിയും ബീഫ് കറിയും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും ബീഫ് കറിയും എടുത്തപ്പം ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി ഒഴിച്ച് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.